പറയില്ല. വിനീത് ശ്രീനിവാസനെ ഉപയോഗിച്ചേക്കുന്ന അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറുതൊട്ട മതിലരികിൽ കണ്ണാടിക്കാവിലെ കുറുമൊഴിയെ ഇനി ചെമ്മാനം ചോക്കുമ്പോ തുണ വരുമോ ഓളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അതിന്റെ ഓരോ സ്റ്റാൻസയും ഭയങ്കര രസമായിട്ടാ. അത് തുടക്കം പാട്ട് പാടുന്ന ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന സാധനമാണ്. കണ്ണാടിക്കാവിലെ കുറുമൊഴിയേ അങ്ങനെ പോകുന്നുണ്ട്. ഇനി ചെമ്മാനം ചോക്കുമ്പോ തുണ വരുമോ ഒളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ വീണ്ടും കയറ്റി പിടിക്കുവാണ് ചെയ്യുന്നേ. അപ്പൊ വിനീത് എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത്? വിനീത് ഒരു കമേഴ്ഷ്യൽ എലിമെന്റ് ആയിട്ട് വന്നതാണ്. അത് വിനീത് അതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഡയറക്ടറിന്റെ ഒരു ആഗ്രഹം അത് വിനീതിന് ഒരു പാട്ട് എന്തായാലും വേണം ഈ പടത്തില് എന്ന് പറഞ്ഞു. വിനീത് എന്നിട്ട് പാടുമല്ലോ, ഇത് സിംഗറും കൂടിയാണ്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജി തോന്നണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡയറക്ടർക്ക്. ചുമ്മാ ഒരു ന്യൂ ട്രെൻഡി സോങ് അല്ല, കുറച്ച് ഒരു പഴമ തോന്നിക്കുന്ന ഒരു പാട്ട്. ഈ മറ്റേ ഒരു ക്ലിഷേ സാധനം എന്ന് പറയില്ലേ, അയ്യോ എന്ത് പറയണത്, എനിക്കത് കമ്പോസ് ചെയ്യുമ്പോ എന്റെ വികാരം ഇതാണ്. ഒരു ക്ലിഷേ ട്യൂൺ, എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഓരോ ചോയ്സ് ഉണ്ട്. ഒരു കമ്പോസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പാട്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളന്നില്ല. നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല അഭിപ്രായം, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നിയപ്പം ഞാൻ കമ്പോസ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഒരു നൊസ്റ്റാൾജിയ തോന്നണം, കുറച്ച് പഴയ പാട്ടൊക്കെ കേൾക്കൂല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ഹൈപ്പിച്ചൊക്കെ പോയി ഇങ്ങനെ താഴ്ത്തോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നൊരു പാട്ട് എന്നുള്ള രീതി. അപ്പൊ ഞാൻ എനിക്ക് എങ്ങനെയാണോ എന്നോട് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ മൾട്ടി ക്വസ്റ്റ്യൻ പോലെ എന്തും കിട്ടും, എന്റെ കൊളാബും കിട്ടും, എന്ത് വേണമെങ്കിൽ ചെയ്യാം, വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഓക്കെ എന്നാ നിങ്ങൾക്ക് അതാണോ വേണ്ടത്, എന്നാ ഇങ്ങനെ ഒരു സാധനം പിടി, ഇത് കൊള്ളാം നല്ല രസം. അപ്പൊ ഇയാളുടെ ടേസ്റ്റ് ഇതാണല്ലേ, എന്നാ ശരി എന്നാ പിന്നെ ഇതിന്റെ മാക്സിമം കൊടുത്തേക്കാം. ഞാൻ തമാശ രൂപത്തിലാണ് കമ്പോസ് ചെയ്യുന്നത്, സീരിയസ് ആയിട്ടല്ല. ഒറ്റയടിക്ക് പാടി കൊടുത്ത പാട്ടാ. പക്ഷെ വരികൾ കഴിഞ്ഞപ്പം അതൊക്കെ ഞാൻ ആ പാട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് വരികളുടെ പടി. അത് ഹരി എഴുതുമ്പോ ഭയങ്കര കംഫർട്ട് ഹരിയായിട്ട് വർക്ക് ചെയ്യാം. കാരണം ഞാൻ ആരെയും കോമ്പറ്റീഷനാ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. രണ്ടു പ്രാവശ്യം അപ്പൊ ഹരി എഴുതുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ ഹരി എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്യണോ, അതോ ഞാൻ പോയിക്കോട്ടെ മുമ്പോട്ട്? അപ്പൊ ഹരി പറയും കൊച്ചിട്ട് പോയിക്കോ. അപ്പൊ ഇത് ഇങ്ങനെ പോകേണ്ട കുഴപ്പമില്ല. അപ്പൊ ഹരി പറയും കുഴപ്പമില്ല പോയിക്കോ. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക പുള്ളി, ഞാൻ ട്യൂൺ ഉണ്ടാക്കുമ്പോ തന്നെ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ കൊച്ചിട്ട് അതിന്റെ ലാസ്റ്റ് തീർന്നില്ല, അത് ഒരു പ്രാവശ്യം കൊണ്ട് കയറ്റാൻ പറ്റുമോ? അതിനെന്താ ഒരു പ്രാവശ്യം